അവരുടെ പേര് മറന്നുപോയി. അവരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണിത്. ആര് പോയി ചോദിച്ചപ്പോ ആര് പറഞ്ഞു ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് നമ്മളൊരു ഷോ ചെയ്തതല്ല, ദിസ് ഇസ് സിറ്റിസൺ ജേർണലിസം, റൈറ്റ്? നമ്മൾ ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അയാളുടെ പേര് സ്ക്രോളിൽ എഴുതി കാണിച്ച് അയാളുടെ വായിന്ന് വരുമ്പോഴാണ് ഇതിന്റെ ആധികാരികത വരുന്നത്. 27 വർഷം മുമ്പ് ഞങ്ങൾക്ക് വെച്ച വീടാണ്, ഇത് മുഴുവൻ ചോർന്ന് പിടിക്കുകയാണ്, ഞങ്ങൾക്ക് ചെയ്തു തരണം. ആരാണ് വീട് വെച്ച് തരണം എന്ന് എല്ലാവരും പറയുമല്ലോ. ഈ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ധാരാളം കോളനികളുള്ള ഒരുപാട് മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. കടലെടുത്ത് കൊണ്ടുപോകുന്ന സ്ഥലമാണ്. എത്രയോ പേരുടെ വീട് നശിച്ചു പോകും. ഇവിടെ ചില്ലാനത്തും എല്ലായിടവും നമ്മൾ ചെല്ലാനത്ത് പോയി നോക്കിയാലും എവിടെയാണെങ്കിലും വെള്ളം വരുമ്പോൾ മുഴുവൻ പേരുടെയും വീട് പോകുന്ന അങ്ങനത്തെ ഒരു സാഹചര്യമുള്ള ഒരു നാടാണ് കേരളം. 27 വർഷമായിട്ട് ആ വീടൊക്കെ അവിടെ തന്നെ ഉണ്ട്. അവിടെ പക്ഷേ അങ്ങനെ കടലിന്റെ ഒരു പ്രശ്നങ്ങളും അവർക്കില്ല, വന്നിട്ടില്ല. അപ്പൊ ചോർച്ച സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള. അപ്പൊ അതൊരു സിറ്റുവേഷൻ ആയിട്ട് എടുക്കുമ്പോൾ ഇത് ആർക്കാണ് ഇതിന്റെ പരാതി കൊടുത്തിട്ടുണ്ടോ, അതിന്റെ ഫോളോ അപ്പ് എത്രയായി, എന്താണ് അതിന്റെ സിറ്റുവേഷൻ എന്ന് ഒരു അധികാരിയിൽ നിന്നും ചോദിക്കാമായിരുന്നു ദേവിക്ക്. അവര് പറഞ്ഞത് മാത്രം ഞാൻ കേട്ടു എന്നല്ലാതെ ഞാൻ ഓരോ അധികാരികളുടെ അടുത്തും പോയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഒരു കുറവായിട്ട് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ പറയുന്നത് തെറ്റുണ്ടോ? ഇല്ല മാം, ഒരിക്കലല്ല. അപ്പൊ അതെനിക്കൊരു കുറവായിട്ട് തോന്നി. ബിക്കോസ് ഇത് ഭയങ്കര ഒരു സൂപ്പർഫിഷ്യലാണ്, ഇതിനൊരു ആഴമില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു ആഴമില്ല. ആർക്കും പറയാലോ, ഇപ്പോ കോളനിയിൽ പോയിട്ട് ഇവിടത്തെ ശുചിമുറിക്കൊന്നും വൃത്തിഹീനമാണ് എന്ന് പറയുമ്പോൾ അതവിടെ ഉപയോഗിക്കുന്നവരുടെ പ്രശ്നം കൂടെ ആണല്ലോ താമസിക്കുന്നത്. ഇപ്പൊ വെള്ളമില്ലാത്തതാണോ അവിടുത്തെ പ്രശ്നം, എന്തുകൊണ്ടാണ് അത് വൃത്തിഹീനമായിട്ട് ഇരിക്കുന്നത്? ഇപ്പൊ കൂലിപ്പണിക്കാരായെന്ന് പറഞ്ഞിട്ട് അവിടെ വൃത്തിഹീനമാവേണ്ട കാര്യമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വീടിനകത്തോട്ട് കാണിച്ചൊരു പ്രൈവസിയിൽ കാണിക്കുമ്പോൾ അതിന്റെ കൂര വെള്ളം ചോരുന്നു ഒക്കെ ന്യായം തന്നെയാണ്, കാണിക്കേണ്ടതെന്നല്ല.